രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 71 വർഷമായി മികച്ച അക്കാദമിക നിലവാരവും പാരമ്പര്യവും പുലർത്തുന്ന മധ്യകേരളത്തിലെ സ്വയംഭരണ പദവിയുള്ള ഒരു സ്ഥാപനമാണ് നിർമ്മല കോളേജ്. 3000-ൽ പരം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ശ്രേഷ്ഠമായ കലാലയമാണ് ഇത്. ഉയർന്ന മതേതര മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയും ഉറപ്പുവരുത്തുന്ന അക്കാര്യത്തിൽ എപ്പോഴും ബദ്ധശ്രദ്ധ പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നിർമ്മല കലാലയം. കഴിഞ്ഞ ജൂലൈ 26-ാം തീയതി വെള്ളിയാഴ്ച കോളേജിൽ നടന്ന പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്നാവശ്യപ്പെടുകയായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രകാലം കഴിഞ്ഞ 72 വർഷമായി നിർമ്മല കോളേജ് പുലർത്തി വന്നിരിക്കുന്ന അതേ നിലപാട് തന്നെ ശക്തവും വ്യക്തവും സുതാര്യവുമായി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല എന്ന് പൊതുസമൂഹത്തെ അറിയിക്കുകയാണ്. പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടില്ല എന്ന തീരുമാനത്തിലും ആണ് കോളേജ് ഇന്ന് നിലനിൽക്കുന്നത്. നിർമ്മല കോളേജ് എന്ന ഈ കലാലയത്തിന് നാളിതുവരെ പൊതുസമൂഹം നൽകി വന്നിരിക്കുന്ന എല്ലാ സഹകരണത്തിനും നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യ സ്പർദ്ധ വളർത്തുവാൻ ഇടയാകരുത് എന്ന് വിനയപൂർവ്വം പൊതുസമൂഹത്തോട് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. നിർമ്മല കോളേജ് ഓട്ടോണമസ് കോളേജ് നിർമ്മല എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണം ഇതിന്റെ നിലപാട് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്ര കേരളത്തിലും അതോടൊപ്പം തന്നെ ഭാരതത്തിന് പുറത്തുമുള്ള ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും അന്വേഷിക്കുകയും ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്യുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവും പൊതുസമൂഹം ഇത് അംഗീകരിക്കുന്നു. ഇതുതന്നെയായിരിക്കണം പൊതുസമൂഹത്തിന്റെയും നമ്മുടെയും നിലപാട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് മാധ്യമ സുഹൃത്തുക്കൾ പൊതുസമൂഹത്തിന്റെ സ്വരം എന്ന നിലയിൽ നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇതിനുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ കോളേജ് എന്നും പുലർത്തുന്നതാണ് എന്നറിയിക്കുന്നു. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡത അത് നിലനിർത്താൻ, സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് എന്നൊരു കാര്യവും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.